സുപ്രഭാതം എഡിറ്റോറിയൽ 2026 ഓഗസ്റ്റ് 28 വെള്ളി. ദേശീയ സുരക്ഷ സ്വകാര്യവൽക്കരിക്കരുത്. രാജ്യസുരക്ഷയ്ക്ക് അനിവാര്യമായ പരമ്പരാഗത മിസൈൽ സംവിധാനങ്ങളുടെ പ്രതിരോധ ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച മുഴുവൻ സാങ്കേതിക വിദ്യകളും ഇന്ത്യയിൽ തന്നെയുള്ള സ്വകാര്യ പ്രതിരോധ വ്യവസായ കമ്പനികൾക്ക് കൈമാറാൻ പ്രതിരോധ മന്ത്രാലയം അനുമതി നൽകിയിരിക്കുന്നു. ആണവ മേഖലയിൽ സ്വകാര്യ നിക്ഷേപം അനുവദിക്കുന്ന ശാന്തി നിയമം കഴിഞ്ഞ വർഷം പാസാക്കിയതിന്റെ തുടർച്ചയായാണ് മിസൈൽ സാങ്കേതിക വിദ്യ സ്വകാര്യ മേഖലയ്ക്ക് കൂടി കൈമാറാൻ ആദ്യമായി അനുമതി നൽകുന്നത്. നിലവിൽ പ്രതിരോധ ഗവേഷണ കേന്ദ്രം വികസിപ്പിക്കുന്ന മിസൈലുകൾ അടക്കമുള്ള പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ ചുമതല പൊതുമേഖലാ സ്ഥാപനങ്ങളായ ഭാരത് ഡൈനാമിക് ലിമിറ്റഡ്, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എന്നിവയ്ക്കാണ്. അവയ്ക്ക് പുറമെയാണ് അദാനി ഡിഫൻസ് ആൻഡ് എയറോസ്പേസ്, ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് തുടങ്ങിയ സ്വകാര്യ കമ്പനികൾക്ക് കൂടി കൈമാറാൻ വഴിയൊരുക്കിയിരിക്കുന്നത്. ആത്മനിർഭർ ഇന്ത്യയെ സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ട് പ്രതിരോധ മേഖലയിൽ ആഭ്യന്തര വ്യവസായങ്ങളുടെ കൂടുതൽ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിൽ സുപ്രധാന നാഴികക്കല്ലാണ് ഈ നീക്കമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം. സ്വകാര്യ മേഖലയെ പ്രതിരോധ ഉൽപാദനത്തിൽ പങ്കാളിയാക്കുന്നതിൽ തെറ്റില്ല. ലോകത്തിലെ പല രാജ്യങ്ങളുടെയും പ്രതിരോധ ശേഷി സ്വകാര്യ സർക്കാർ പങ്കാളിത്തത്തിലാണ് വളർന്നത്. സമാധാന കാലത്ത് മതിയായതായി തോന്നുന്ന മിസൈൽ ശേഖരം ദീർഘകാല യുദ്ധത്തിൽ അതിവേഗം തീർന്നുപോകാം. അത്തരമൊരു സാഹചര്യത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആയുധങ്ങൾ എത്തുന്നതുവരെ കാത്തിരിക്കാനാവില്ല. ഇന്ത്യക്ക് സ്വന്തമായി മിസൈലുകൾ വേഗത്തിൽ വൻതോതിൽ നിർമ്മിക്കാനുള്ള ശേഷി അനിവാര്യമാണ്. ഇവിടെയാണ് സ്വകാര്യ മേഖലയെ ഉൾപ്പെടുത്തുന്നതിന്റെ പ്രസക്തി. എന്നാൽ സങ്കീർണമായ മിസൈൽ സംവിധാനങ്ങൾ സൈന്യത്തിന് ആവശ്യമായ വേഗത്തിലും വൻതോതിലും വിശ്വാസ്യതയോടും നിർമ്മിക്കാൻ ഇന്ത്യൻ സ്വകാര്യ പ്രതിരോധ വ്യവസായത്തിന് കഴിയുമോ എന്നും സുരക്ഷാ അപകട സാധ്യതകൾ എത്രത്തോളം ഉണ്ടാകുമെന്നുമുള്ള വലിയ ചോദ്യം നിലനിൽക്കുന്നു. ഭൂതല വ്യോമ മിസൈലുകൾ, വ്യോമ മിസൈലുകൾ, ആന്റി റേഡിയേഷൻ മിസൈലുകൾ, ടാങ്ക് വിരുദ്ധ സംവിധാനങ്ങൾ തുടങ്ങി വിപുലമായ മിസൈൽ സംവിധാനങ്ങളാണ് നിലവിലെ തീരുമാനത്തിന്റെ പരിധിയിൽ വരുന്നത്. ഇന്ത്യയിലെ സ്വകാര്യ ആയുധ നിർമ്മാണ കമ്പനികൾ ഏതാനും വർഷങ്ങളായി സൈനിക ഉൽപാദനശേഷി വർദ്ധിപ്പിക്കുന്നതിന് വൻതോതിൽ നിക്ഷേപം നടത്തിവരുന്നു. ഗൗതം അദാനിയുടെ ഉടമസ്ഥതയിലുള്ള അദാനി ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് ഉത്തർപ്രദേശിൽ വെടിക്കോപ്പുകളും മിസൈലുകളും നിർമ്മിക്കുന്നതിന് 30 ബില്യൺ രൂപയിലധികം നിക്ഷേപിക്കുമെന്ന് 2024 പ്രഖ്യാപിച്ചിരുന്നു. അദാനി ഡിഫൻസ് ഇസ്രയേലിലെ പ്രമുഖ ആയുധ നിർമ്മാതാക്കളായ എൽബിസ്റ്റ് സിസ്റ്റംസുമായി ചേർന്ന് ഹെർമസ് 900 ആയുധധാരിയായ ഡ്രോൺ സംവിധാനം നിർവഹിക്കുന്നുണ്ട്. എന്നാൽ സ്വകാര്യ കമ്പനികൾക്ക് അതീവ രഹസ്യമായ സൈനിക സാങ്കേതിക വിദ്യ കൈമാറുന്നത് സുരക്ഷയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ഉയർത്തുന്നുണ്ട്. സർക്കാർ നിയന്ത്രണത്തിലുള്ള അതീവ രഹസ്യ ഗവേഷണശാലകളേക്കാൾ സ്വകാര്യ കമ്പനികൾക്ക് സുരക്ഷാ സംവിധാനങ്ങളും മേൽനോട്ടങ്ങളും കുറവായിരിക്കുമെന്നതിനാൽ രഹസ്യ സാങ്കേതിക വിദ്യ കൈമാറുന്നതിൽ അപകടമുണ്ട്. ആർക്കാണ് ഈ സാങ്കേതിക വിദ്യ ലഭിക്കുന്നതെന്ന് എന്നതും പ്രധാനമാണ്. പ്രതിരോധ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്വകാര്യ കമ്പനികളിൽ പലതും രാജ്യത്തെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് ഗ്രൂപ്പുകളാണ്. സർക്കാർ കരാറുകളെ ആശ്രയിക്കുന്ന ഈ മേഖലയിൽ അധികാരവും കോർപ്പറേറ്റും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാകുമോ എന്ന ആശങ്കയും ന്യായമാണ്. പ്രതിരോധ വ്യവസായം ദേശീയ സുരക്ഷയുടെ മേഖലയാണെങ്കിലും അത് വലിയ ബിസിനസ്സായി മാറുമ്പോൾ സുതാര്യതയും പൊതുജന മേൽനോട്ടവും കുറയാനുള്ള സാധ്യതയുണ്ട്. മിസൈൽ സാങ്കേതിക വിദ്യ സാധാരണ വ്യവസായ സാങ്കേതിക വിദ്യയല്ല. രൂപകൽപ്പന, ഗൈഡൻസ് സംവിധാനം, പ്രൊപ്പൽഷൻ, സെൻസറുകൾ എന്നിവ രാജ്യത്തിന്റെ ഏറ്റവും രഹസ്യമായ സൈനിക അറിവുകളാണ്. സ്വകാര്യ കമ്പനികൾക്ക് ഇവ കൈമാറുമ്പോൾ സൈബർ ആക്രമണങ്ങളുടെയും വ്യവസായ ചാരപ്രവർത്തനത്തിന്റെയും ഭീഷണിയും കൂടും. ലോകത്തിലെ വലിയ പ്രതിരോധ കമ്പനികൾ പോലും ഡാറ്റ ചോർച്ചകളിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല. ഏതെങ്കിലും ഭാഗം ചോർന്നാൽ അതിന്റെ പ്രത്യാഘാതം ദേശീയ സുരക്ഷയെ നേരിട്ട് തന്നെ ബാധിക്കും. മറ്റൊരു പ്രശ്നം ജനാധിപത്യത്തിൻ്റെതാണ്. ഇന്ത്യ അമേരിക്കയെ പോലെ ശക്തമായ ആയുധ വിപണന കേന്ദ്രമാവുകയാണെങ്കിൽ നിയമനിർമ്മാണത്തിൽ സ്വകാര്യ പ്രതിരോധ കമ്പനികളുടെ സ്വാധീനവും വർദ്ധിക്കും. ദേശീയ സുരക്ഷയുടെ പേരിൽ കോർപ്പറേറ്റ് ശക്തികൾ രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്ന സാഹചര്യം ജനാധിപത്യത്തിന് ആരോഗ്യകരമല്ല. രാജ്യത്തിന് പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത അനിവാര്യമാണ്. എന്നാൽ സ്വയം പര്യാപ്തയുടെ പേരിൽ പൊതുസമ്പത്ത് സ്വകാര്യ ലാഭത്തിന്റെ ഉറവിടമാകാൻ അനുവദിക്കരുത്. പൊതുപണം ചെലവഴിച്ച്
പ്രതിരോധ ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച സാങ്കേതിക വിദ്യ സ്വകാര്യ കോർപ്പറേറ്റുകൾക്ക് കൈമാറുമ്പോൾ പൊതു താൽപര്യം എങ്ങനെ സംരക്ഷിക്കും? പ്രതിരോധ ഗവേഷണ കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ പതിറ്റാണ്ടുകളുടെ ശാസ്ത്രജ്ഞരുടെ അധ്വാനവും രാജ്യത്തിന്റെ നികുതി പണവുമുണ്ട്. അതുകൊണ്ട് ഈ സാങ്കേതിക വിദ്യയുടെ വാണിജ്യ ഉപയോഗത്തിൽ രാജ്യത്തിനും ജനങ്ങൾക്കും ലഭിക്കുന്ന നേട്ടം ഉറപ്പാക്കേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. സാങ്കേതിക വിദ്യ സ്വകാര്യ കമ്പനികൾക്ക് കൈമാറുമ്പോൾ ശക്തമായ നിയമപരമായ നിയന്ത്രണവും കർശന സുരക്ഷാ മാനദണ്ഡങ്ങളും പാർലമെന്ററി മേൽനോട്ടവും ഉറപ്പാക്കണം. മിസൈലുകൾ ഇനി സ്വകാര്യ ഫാക്ടറികളിൽ നിർമ്മിക്കാം. എന്നാൽ ദേശീയ സുരക്ഷ ഒരിക്കലും സ്വകാര്യവൽക്കരിക്കപ്പെടാൻ പാടില്ല. ഇന്ത്യയുടെ പുതിയ പ്രതിരോധ നയം വിജയിക്കണമെങ്കിൽ വേഗത്തിലുള്ള ഉൽപാദനത്തിനും സുതാര്യതയും ഉത്തരവാദിത്തവും പൊതു താൽപര്യവും അതിന്റെ കേന്ദ്രത്തിൽ തന്നെ നിലനിൽക്കണം. ന്യൂസ് ഡെസ്ക് സുപ്രഭാതം.